ഇത് കുറച്ച് ഓവറാണ്. ഒരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുള്ളൂ, അപ്പോഴേക്കും ഇത്രയും അപ്ഡേറ്റ്സോ? ഓരോന്ന് കഴിയുമ്പോഴേക്കും ഉടനെ അടുത്തത്. ഇതെന്തത്? ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാന്റെ 4ാമത്തെ സിനിമ ബ്രാൻഡ് ന്യൂ ഡേ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയാണ് ഒരു ലോഡ് അപ്ഡേറ്റ്സ് ഉള്ളത്. ആദ്യം തന്നെ പുതിയൊരു സ്യൂട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കിടിലൻ ഒരു ഓൾഡ് സ്കൂൾ വൈബൊക്കെ ഉള്ള ഒരു ക്ലാസിക് സാധനം. അത് കഴിഞ്ഞ ഒരു ദിവസം ആകുമ്പോഴേക്കും ഇവർ സ്കോട്ട്ലൻഡിൽ ഗ്ലാസ്ഗോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത്. മുഴുവൻ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ ആൾക്കാർ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ ടോം ഹോളണ്ടിന് ഇനി ഇന്നതാ ചെയ്യാന്നില്ല, പ്രാക്ടിക്കൽ സ്വിങ് ഒക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, പുള്ളിനെ കയറ് കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി കളിക്കുകയാണ്. അതേപോലെ ഇവർ പ്രാക്ടിക്കൽ സ്റ്റെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫുട്ടേജസ് ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇൻസൈഡർ റിപ്പോർട്ട്സ് വരുന്നത് ഇതൊരു ഗ്രൗണ്ട് ലെവൽ ഒരു ആക്ഷൻ മൂവി പോലെയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് എന്നാണ്. സ്പൈഡർമാൻ സ്കൂളിലൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ കോളേജ് എത്തിയല്ലോ, അപ്പോൾ ഇനി കുറച്ച് ആക്ഷൻ ഒക്കെ ചെയ്യുക. പണ്ടത്തെ പോലെ പയ്യനൊന്നും അല്ലല്ലോ. ഷാങ്സിന്റെ ഡയറക്ടറാണ് സിനിമ എടുക്കുന്നത്, അപ്പോൾ പിന്നെ സ്റ്റെൻഡിന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. ആക്ഷൻ എന്ന് പറഞ്ഞപ്പോഴാണ് കാസ്റ്റിന്റെ കാര്യം. ഒരു ലോഡ് കാസ്റ്റിംഗിന്റെ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഫസ്റ്റ് പണിഷർ ഉണ്ട് സിനിമയിൽ. ഇവർ കുറെ കാലമായിട്ട് ആ വെനത്തിനെ കൊണ്ടുവരാൻ നോക്കി, അത് നടന്നില്ല. അവസാനം നമുക്ക് പണിഷറിനെ കിട്ടിയിരിക്കുകയാണ് സ്പൈഡർമാൻ മൂവിയിൽ. വളരെ നല്ല കാര്യം. അതേപോലെ വാർ മെഷീൻ സൂട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും പണിഷർ വന്ന് ഫൈറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ എന്തിനാണ് സ്പൈഡർമാനെ അറ്റാക്ക് ഇത്ര സെറ്റപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പൈഡർമാൻ മാത്രമല്ല ഹൾക്കും ഉണ്ട് സിനിമയിൽ. അവസാനത്തെ കുറേ മാർവൽ പ്രൊജക്ട്സിൽ വരുന്ന പോലത്തെ ഈ നേർഡായിട്ടുള്ള അങ്ങനത്തെ ഹൾക്കല്ല, സാവേജ് ഹൾക്ക് വരും എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. മൊത്തത്തിൽ ഒരു അടിപിടിയാണല്ലോ, അപ്പോൾ പിന്നെ വെറുതെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഹൾക്കിനെ നമുക്ക് കിട്ടിയിരിക്കുന്നു അവസാനം. ഇനി അതും പോരാഞ്ഞിട്ട് വേറെ 2 റൂമേഴ്സും കൂടി ഉണ്ട്. സ്കോർപ്പിയനും വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഡെയർ ഡെവലും ഉണ്ട്. സേഡി സിങ്ക് നേരത്തെ ഉണ്ട് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും ഗ്വെൻ സ്റ്റേസി ആ ഒരു ക്യാരക്ടർ ആയിരിക്കും സേഡിക്ക് ഇവർ കൊടുക്കുന്നത്. മൊത്തത്തിൽ ഒരു പൊരിഞ്ഞ അടിയുടെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. ഒരു ജഗബോഗ സിനിമയായിരിക്കും. അടുത്ത കൊല്ലം ജൂലൈ 31-ാം തീയതി റിലീസ് ഡേറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്പൈഡർമാൻ ഫാൻസിന് ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? വേണ്ട.